അസ്ലം ഒന്ന് തുടരാം. ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സജയ് കുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ സജയ്, താങ്കൾക്ക് അറിയാൻ സാധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അനൗദ്യോഗിക വിവരങ്ങളാണ് ഞങ്ങളുടെ പക്കലുള്ളത്. നമ്മുടെ ഇപ്പം വധശിക്ഷ റദ്ദാക്കിയതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നമ്മുടെ കാന്തപുരം പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ അവിടെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചർച്ചകളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചില നയതന്ത്ര ഇടപെടൽ ഇറാൻ വഴിയുള്ള ചില പ്രധാനപ്പെട്ട നയതന്ത്ര ഇടപെടലുകളുമാണ് ഇപ്പോൾ ഇത് നിർത്തിവെക്കുന്നതിലേക്ക് പോയിട്ടുള്ളതെന്നാണ് അനൗദ്യോഗികമായ വിവരം. ഇനിയും ചർച്ചകൾ തുടരേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കാര്യങ്ങളിൽ എത്തിയിട്ടില്ല. ഇതൊരു താൽക്കാലികമായ ഇനിയുള്ള കുടുംബവുമായിട്ടുള്ള ചർച്ചകളാണോ ഇനി നടക്കാനുള്ളത്? കുടുംബവുമായിട്ടുള്ള ചർച്ചകളും നേരത്തെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പൂർണ്ണമായി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ പത്രത്തലവന്മാരും മറ്റുമായിട്ടുള്ള അവിടുത്തെ സനായിലെ ഭരണകൂടവും ഒക്കെയുമായിരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാത്തൊരു UN അംഗീകരിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് അവിടെയുള്ളത്. അവിടെ മറ്റൊരു തരത്തിലുള്ളൊരു നയതന്ത്ര രീതിയാണ് കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആശ്വാസകരമായ വാർത്ത വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം കൂടി, തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് നമ്മൾ കണ്ടു, നീതി ലഭ്യമാകണം എന്നുള്ള തരത്തിലാണ്. അപ്പൊ അദ്ദേഹം എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതിന്റെ ആ കാര്യത്തിന് മുകളിൽ ഇപ്പോൾ കമന്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കാരണം അത് അവിടെ നടക്കുന്ന ചർച്ചയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നത് ഇപ്പോ ഉചിതമായിരിക്കില്ല. മനസ്സിലായി. ഇതിപ്പോ നമ്മള് ഒഫീഷ്യൽ ആയിട്ടെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നാലാണോ ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും? MEA ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ കോർട്ടിൽ നിന്നുള്ള ഓർഡറുകളും മറ്റു കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ശിക്ഷ നമ്മൾ നേരത്തെ താൽക്കാലികം മരവിപ്പിക്കുമ്പോഴും നമുക്ക് ചില ഉത്തരവുകൾ ലഭിച്ചിരുന്നല്ലോ. അതുപോലുള്ള ഉത്തരവുകൾ ഔദ്യോഗികമായിട്ട് ലഭിച്ചാൽ മാത്രമേ നമുക്ക്. ശ്രീ സജീവ്, ഇനിയുള്ള ചർച്ചകളിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? ഇനിയും ഈ പങ്കെടുത്ത ആളുകൾ തന്നെ ചർച്ച തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന്റെ മറ്റു ഡീറ്റെയിലുകളിലേക്ക് ഇപ്പോൾ പോകാൻ നിർവാഹമില്ല. കോടതിയിൽ ഇനി എപ്പോഴായിരിക്കും ഇത് പരിഗണിക്കുക? ഇത് കോടതിയുടെ മുന്നിലല്ല ഇതിപ്പോൾ നടക്കുന്നത്. ഇത് അല്ലാത്ത ചർച്ചകളാണ് നടക്കുന്നത്. അതെ, കോടതി വിധി കഴിഞ്ഞതാണ്. അത് തൽക്കാലം അറിയിച്ചു. ഇനിയിപ്പോ വീണ്ടും അത് ശിക്ഷയുടെ മറ്റ് ലഘൂകരണവും മറ്റതിന്റെ കാലാവധി ഉൾപ്പെടെ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ കോടതിയുടെ തന്നെ ഇടപെടൽ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സഹോദരനടഞ്ഞു നിൽക്കുന്നതിൽ അത് ചർച്ചയ്ക്ക് ഒരു തടസ്സമാണോ? അത് ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കുറെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാന്തപുരത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? എന്താണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത്? അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ ഒക്കെ വലിയ സഹായം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പലതും അവരുടെ മുഖാന്തരം തന്നെ ലഭിക്കുന്നതുമാണ്. അല്ലാത്ത വഴികളിലൂടെ നമ്മൾ നേരത്തെ നിയോഗിച്ചിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റും അവിടെയുള്ള അഡ്വക്കേറ്റ് കേന്ദ്ര സർക്കാരിന്റെ MEA ഞങ്ങൾ അവിടെ നിയോഗിച്ചിട്ടുള്ള അതും അവിടുത്തെ സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന MLA ഇന്ത്യൻ എംബസി മുഖാന്തരമൊക്കെ കിട്ടുന്ന വിവരങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. നിമിഷയുടെ ഫാമിലി എല്ലാവരും ഇപ്പൊ അവിടെയാണോ? അല്ല, നിമിഷയുടെ അമ്മ മാത്രമാണ് ഇപ്പൊ അവിടെയുള്ളത്. അമ്മ ഇപ്പൊ നമ്മുടെ തന്നെ നേരത്തെ നിയോഗിച്ചിട്ടുള്ള നമ്മുടെ ഷാമിൽ ജോറം എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒറ്റ കാര്യം കൂടി, ഇനി ഒരു പക്ഷേ തലാലിന്റെ സഹോദരൻ ഇതിൽ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ മറ്റെന്ത് വഴിയാണ് നമ്മുടെ മുന്നിലുള്ളത്? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗികമായ ചർച്ച ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത്. മറ്റൊന്ന്, ഈ ഗോത്രം അവരെ സംബന്ധിച്ച് വളരെ ഇതായിട്ടുള്ള നമുക്കറിയാം എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു രീതി എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മറ്റു തടസ്സങ്ങൾ നിലവിൽ ചർച്ചയെ ബാധിക്കുന്നുണ്ടോ? വലിയ രീതിയിൽ നേരത്തെ ബാധിച്ചിരുന്നതാണ്. ഇപ്പോൾ അതിന്റെ അന്തരീക്ഷം കുറെ കൂടി നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. താങ്ക് യു സോ മച്ച് ശ്രീ സജയ് കുമാർ പ്രതികരിച്ചതിന്.